രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. ഇപ്പൊ കാണുന്ന അമ്മയില്ലേ രേണുസുതി ഷൂട്ടിന് ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കുണ്ടായിട്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. രേണുസുതി, അതായത് രണാസുന. ഇന്നലെ കിച്ചു ഇട്ട ആ ഒരു ലൈവിൽ കിച്ചു രേണുസുതി എന്ന് പറഞ്ഞിട്ടൊരു ചിരിയുണ്ട്. ആ ചിരിയിൽ നിന്ന് തന്നെ എല്ലാം ഉണ്ട്. അതൊക്കെ വായിച്ചെടുക്കാൻ പറ്റുന്ന ചിരികളാണ് ആ ഒരു സാധനം. അവിടെ നിൽക്കട്ടെ. അപ്പോ രണാസുന അങ്ങനെ അടുത്ത അവരുടെ വജ്രായുധമായ കരച്ചിൽ നാടകവുമായിട്ട് എത്തിയിട്ടുണ്ട്. അയ്യോ, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്യും എന്നുള്ളതാണ് രണാസുന ഇപ്പോൾ ഒട്ടിക്കുന്ന ഒരു സാധനം. ആ ഒരു സാധനം ഇട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ആരാണ് ആത്മഹത്യയുടെ വക്കീൽ എന്നുള്ളതും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഈ രണാസുന ഇട്ട ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കണം. കുറച്ച് കാര്യങ്ങളുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല ഇവർക്ക്, ഈ കണ്ടന്റോളികൾക്ക്. ഫേസ്ബുക്കും ഈ പറയുന്ന ഇൻസ്റ്റയും തുറക്കാൻ പറ്റുന്നില്ല, വലിയൊരു ഇറിറ്റേഷൻ ഉണ്ട്, നല്ല തെറിവീടുകൾ കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാർ, ഞാൻ ഉൾപ്പെടെയുള്ള നാട്ടുകാർക്കും. ഫേസ്ബുക്കോ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിങ്ങൾ കൊണ്ടെത്തിച്ചു. അതായത് നാഴികയ്ക്ക് 40 വട്ടം ഇതുപോലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, അശ്ലീല പ്രയോഗങ്ങൾ, ഇതുപോലുള്ള അഹങ്കാരങ്ങൾ പോസ്റ്റ് ചെയ്ത് വേറെ ഒരു സാധനം കാണാൻ പറ്റാത്ത അവസ്ഥയിൽ കൊച്ചി ഇപ്പോഴത്തെ യുവതലമുറ വരെ ധരിപ്പിക്കുന്ന രീതിയിൽ അവരുടെ തന്നെ ജീവിതം മറ്റൊരു രീതിയിലേക്ക് മാറ്റിവിടുന്ന രീതിയിൽ വൃത്തികെട്ട ഈ പറയുന്ന റീലിട്ടപ്പോ ആലോചിച്ചില്ലേ രണാസുന? നമുക്ക് വരുന്ന ബുദ്ധിമുട്ട് നീ ആലോചിച്ചില്ലേ? നീ കണ്ടതിനും കേട്ടതിനും നീ ഈ പറയുന്ന വടയെക്കുറിച്ചും മട്ടേനെ കുറിച്ചും ഒത്ത് താമസിച്ചതിനെ കുറിച്ചും ആടിയനെ കുറിച്ചും എന്തെല്ലാം അശ്ലീലതയാണ് നീ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ നിനക്ക് ഓർമ്മയില്ലായിരുന്നോ? ഇപ്പൊ നിനക്ക് ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇപ്പൊ ആൾക്കാരെല്ലാം സത്യം തിരിച്ചറിഞ്ഞ് രണ്ടെണ്ണം തന്നപ്പോൾ നിനക്ക് ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇപ്പൊ നിനക്ക് ഭയങ്കര കരച്ചിലല്ലേ? മുതലക്കണ്ണീർ ഒഴുകുകയാണല്ലേ? ബാക്കിയുണ്ട്. രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി. ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. രേണുസുതി മാത്രം എന്നുള്ള കണ്ടന്റ്, രേണുസുതിയും ഒരു കണ്ടന്റ് ആണ് എന്നുള്ളതാണ്. അത് രേണുസുതിയിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പിച്ചക്കാരനായാലും ശരി തന്നെ ഇതുപോലുള്ള സമൂഹത്തിൽ വന്നു നിന്ന് ഇതുപോലെ വൃത്തികേടുകൾ ഈ പറയുന്ന യുവതലമുറയെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സംസാരിക്കും. നീ ഇടാതിരിക്കും. ഇപ്പം അങ്ങ് ഗൾഫിലായോണ്ട് വലിയ പ്രശ്നമില്ല. ഇപ്പൊ ഇവിടെ ഇറങ്ങണമെങ്കിൽ ഇപ്പൊ ഒരു 1500 റീലിട്ടാണ്, മറ്റൊന്നും വയറും മറ്റൊന്നും മറിച്ചതൊക്കെ കാണിച്ചോണ്ട് ഒരു 1500 റീലിട്ടേന്. മനസ്സിലായോ? അപ്പൊ പ്രതികരിച്ചു പോകും. ഈ ഇത് ഇടാതിരി. ഇപ്പൊ നീ ഈ സബ്സ്ക്രിപ്ഷനിൽ കൊടുക്കല്ലോ, കൊടു. അവിടെ എന്തോ നീ ചെയ്, ആടോ, തുണി അവുക്കേ, എടുക്കേ, കാണിക്കേ, പണം മാറി എന്തോ ചെയ്. ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും. നിന്നെ ബാധിക്കുന്ന കാര്യമാണ്. ആര് പറഞ്ഞു നിന്നെ ബാധിക്കുന്ന കാര്യം? നീ ഉൾപ്പെടെയുള്ള നിന്നെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. നീ ഇതിന് ഏറ്റവും വലിയൊരു കണ്ണി കൂടിയാണ്. ഇന്നലെ ഈ പറയുന്ന കിച്ചോട് എന്ന് പറയുന്നുണ്ട്, അവന്റെ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലിരിക്കുന്ന ആ പയ്യൻ ആത്മഹത്യയുടെ വക്കീലാണ്. ആ പയ്യനാണ് ആത്മഹത്യയുടെ വക്കീല്. ബാക്കി പറയാം. ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് ഞാൻ കമന്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവൻ. ഒരു അപരാധം ചെയ്തിട്ടില്ലേ? ഫേസ്ബുക്ക് തുറക്കാൻ പറ്റില്ല, ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് മറ്റുള്ള ജനങ്ങളുടെ അവസ്ഥ. താങ്കളുടെ വൃത്തികെട്ട റീലുകൾ കൊണ്ട് കുത്തി നിറച്ചിരിക്കുകയാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ. താങ്കൾ ഒരു അപരാധം ചെയ്തിട്ടില്ല അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കണ്ടന്റ് ആണ് രേണുസുതി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. പക്ഷെ സ്വന്തം ശരീരം കണ്ടന്റ് ആക്കി സ്വന്തം ശരീരം വിറ്റ് ജീവിക്കുന്നവർക്കാണ് ഇത് കണ്ടന്റ് ആണെന്നുള്ളത്. താങ്കളല്ല ആരായാലും ഇതുപോലുള്ള വൃത്തികേടുകൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിരിക്കും. അതിനൊരു മാറ്റവും ഇല്ല. ആ പ്രേക്ഷകർ പ്രതികരിച്ചിരിക്കും. മനസ്സിലായോ? അല്ല എല്ലാം അയ്യോ കുഞ്ഞു വാവ എന്ന് പറഞ്ഞുകൊണ്ട് ആരും സപ്പോർട്ടും ചെയ്യാൻ നിൽക്കത്തില്ല. തെറ്റ് ചെയ്താൽ തെറ്റെന്ന് തന്നെ പറയും. താങ്കൾ ആദ്യത്തെ റീലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തതാണല്ലോ. താങ്കളെ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയല്ലോ തുടക്കം ഇട്ടത്. ഇപ്പൊ എന്തുകൊണ്ട് ആൾക്കാർ തിരിഞ്ഞു? താങ്കളുടെ കയ്യിരിപ്പല്ലേ? ഇതിപ്പോ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവള് ഉറപ്പല്ലേ?
അവള് കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവള് മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ സൂയിസൈഡ് ചെയ്യാം, കാരണം ഇത് കേൾക്കാതിന്റെ അയ്യോ, എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ സൂയിസൈഡ്, അങ്ങനെയൊന്നും മോഹിപ്പിക്കരുത്. ഈ കേരളം രക്ഷപ്പെട്ടു, സോഷ്യൽ മീഡിയ രക്ഷപ്പെട്ടു. നിനക്കെന്നെ ഏറ്റവും വ്യക്തമായിട്ട് അറിയാൻ ഈ പറയുന്ന ഭൂലോക വിടിഞ്ഞു വീണാലും ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും ഇപ്പൊ പറഞ്ഞ വാക്ക് നിങ്ങൾ ചെയ്യില്ലെന്നറിയാം. പക്ഷെ ചെയ്യും എന്ന് എനിക്ക് പേടിയുള്ള ഒരാളുണ്ട്. നീ മോൻ എന്റെ മോൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കില്ലേ ആ പറയുന്ന കിച്ചു, അവന്റെ ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ, അവന്റെ ഇന്നലെ ആ ഡിപ്രഷൻ സ്റ്റേജ് കണ്ടപ്പോൾ, അവന്റെ മനസ്സിലുള്ള ദുഃഖം തിരിച്ചറിഞ്ഞപ്പോൾ അവൻ ഇത് ഇങ്ങനെ ഒരു കടുംകൈ ചെയ്യുമോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. കാരണം അമ്മാതിരിയാണ് നിങ്ങളും നിന്റെ കുടുംബവും ഉൾപ്പെടെ അവനോട് ചെയ്ത തെറ്റ്. അതിനെ കുറിച്ചൊക്കെ ഞാൻ വരുന്നുണ്ട്. ഞാൻ കേട്ട്, പക്ഷെ ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുവാണ് സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? പക്ഷെ എനിക്കറിയില്ല. ചില കാര്യങ്ങൾ പിടിച്ചു വയ്ക്കാണ്. കാരണം പിടിച്ചു വയ്ക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. മറ്റൊന്നുമല്ല, നല്ല പണം കിട്ടുന്നുണ്ട്. സൂയിസൈഡ് ചെയ്താൽ ഈ പണം എങ്ങനെ പോകും? ഇപ്പോഴത്തെ ഈ പറയുന്ന അങ്ങനെ അർമാദിച്ച് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ, തുണി അടിക്കാൻ പറ്റത്തില്ലല്ലോ, അത് കിട്ടത്തില്ല. സൂയിസൈഡ് ചെയ്തെല്ലാം പോയില്ലേ, അതുകൊണ്ടാണ്. അത് തന്നെയാണ് പിടിച്ചു നിർത്തുന്നത്, വേറെ ഒന്നുമല്ല. ഇത് ഈ നിരന്തരം ഈ നെഗറ്റീവ് ഓളുകളുടെ ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. തമാശ അറിയല്ലേ, തമാശ അടിക്കുകയാണ്. ഈ കരത്തിലും ഈ പറയുന്ന മുതലക്കണ്ണീരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ ഉണ്ടാവാം. ഇതൊക്കെ കുറെ കണ്ട്, ഒന്ന് ആദ്യത്തെ ഒന്നല്ല, കുറെ കണ്ട് മടുത്ത് ഇപ്പോ കിച്ചുവിന്റെ വായിൽ നിന്ന് കൂടി വന്നപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി എന്താണ് യഥാർത്ഥത്തിൽ രണാസുന എന്നുള്ളത്. മനസ്സിലായോ? ഈ സങ്കടമൊന്നും തുണി അടിക്കുമ്പോ ഇല്ലല്ലോ. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പരത്തെറി വിളിക്കുന്നത് എനിക്കറിയത്തില്ല. എനിക്ക് റീൽ കാണുമ്പോൾ മറ്റേ തത്തമ്മേരെ റീലില്ലേ, ആ റീലാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ ഇവരെന്നെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ അവസാനം ഞാൻ ആത്മഹത്യ ചെയ്യുമായിരിക്കും. പല കാര്യങ്ങൾ കൊണ്ടാണ് എന്നെ ഇതിലെടുത്ത് പുറകോട്ട് വലിക്കുന്നത്. പല കാര്യങ്ങൾ മറ്റൊന്നുമല്ല, പണം മാത്രം തന്നെയാണ്. ഇതുപോലുള്ള ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും പണവും ഒക്കെ ഇനി ആരും കളയും. ഇതല്ല, ഇതിന്റെ അപ്പുറമല്ല. ഇത് വെറുതെ ഒന്ന് കരഞ്ഞ് കുറെ എണ്ണത്തിന്റെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുണി അഴിക്കുന്നത് എന്ന് പറഞ്ഞു വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവര് പറയുന്ന ആത്മഹത്യ ഭീഷണി, ഈ ആത്മഹത്യ ഭീഷണി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ഓർക്കാനുള്ളത്, ഈ പറയുന്ന കിച്ചു പറയുന്നുണ്ട്, താങ്കളെ കല്യാണം കഴിച്ച് കിച്ചു താങ്കളുടെ വീട്ടിൽ വന്നിരുന്നപ്പോൾ അവൻ ഒരു റൂമിൽ 3 കൊല്ലമാണ് അവൻ ആ റൂമിൽ അവൻ അടച്ചിരുന്നത്. അതിന്റെ ഉത്തരവാദി ആരാണ്? അവന്റെ അച്ഛൻ മാത്രം വന്ന് എനിക്ക് ആ റൂമിലോട്ട് കയറി, അവന്റെ അച്ഛൻ മാത്രം ആഹാരത്തിന് വേണ്ടിയിട്ട് വരും. എന്റെ അടുത്ത് ഈ പറയുന്ന തുടക്കം ആ കാലങ്ങളിൽ രണാസുന ഭയങ്കര സ്നേഹം, അതിനുശേഷം എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാന്ന് കിച്ചു പറയുന്നത്. അതിന്റെ ഉത്തരവാദി ആരാണ്? അവൻ ഡ്രഗ്സിന് അടിമപ്പെട്ടു, അവൻ മയക്കുമരുന്നിലേക്ക് പോയി. അതിന്റെയൊക്കെ ഉത്തരവാദികൾ ആരാണ്? ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് താങ്കൾക്ക് മാറി നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇന്നലെ ഇത്രയും ഈ പറയുന്ന സങ്കടത്തോടു കൂടി സ്വന്തം മകനെന്ന് അവകാശപ്പെടുന്ന കിച്ചു വന്ന് ലൈവിൽ വന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചൊരു വാക്ക് അവൻ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ്, സത്യമുണ്ടോ കള്ളമുണ്ടോ, അതിനെക്കുറിച്ചൊരു വാക്ക് താങ്കൾ പറഞ്ഞോ? ഇല്ല. താങ്കളുടെ ഭാഗത്ത് താങ്കളെ ഇപ്പൊ നെഗറ്റീവ് പറയുന്നതൊക്കെ ഒന്ന് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് വന്ന് പറയുന്ന ഒരു മുതലക്കണ്ണീരല്ലേ എന്ന് മനസ്സിലാക്കാൻ വലിയ പഠിത്തവും കാര്യങ്ങളൊന്നും വേണ്ട. ഇനി കിച്ചു പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ വീഡിയോ കോളിൽ ഇപ്പൊ കാണുന്ന അമ്മയില്ലേ, രേണുസുതി, രേണുസുതി ആദ്യം അമ്മേനെ വീഡിയോ കോളിൽ കാണുന്ന ആ ടൈമിൽ ഭയങ്കരമായിട്ട് കമ്പനിയായി അമ്മയായിട്ട്, സൂപ്പറായിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം നമ്മൾ കോട്ടയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ എന്തോ എല്ലാവരും ഇങ്ങനെ കോട്ടയത്ത് വന്ന് ആദ്യമൊക്കെ സെറ്റപ്പ്, പിന്നെ അങ്ങോട്ട് പോവാ എന്തൊക്കെയോ ഇതാകുന്നു. എല്ലാവരുടെ ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം, എന്തൊക്കെയോ എന്തോ പറയണമെന്ന് എനിക്ക് ഇപ്പൊ കാണുന്ന അമ്മ രേണുസുതി എന്ന് പറയുമ്പോൾ അവന്റെ മുഖത്ത് വരുന്ന ആ ഒരു ചിരി ശ്രദ്ധിക്കുക, അതിനകത്തെല്ലാം ഉണ്ട്. മനസ്സിലായോ? ആദ്യം നിങ്ങൾ വന്ന് ഫസ്റ്റ് വീഡിയോ കോൾ വിളിച്ചാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. ആ സമയത്ത് നമ്മൾ തമ്മിൽ വളരെ അടുപ്പത്തിലായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടമാണ്. അതങ്ങനെയല്ലേ, സ്വാഭാവികമാണല്ലോ. കാരണം സ്വന്തം അച്ഛനെ കെട്ടാൻ പോവുകയില്ലേ. അപ്പൊ എന്തായാലും ഈ പറയുന്ന കപട സ്നേഹം ഇപ്പൊ കാണിക്കുന്നില്ലേ, ഈ പറയുന്ന മുതലക്കണ്ണീര്, അതുപോലുള്ള കപട സ്നേഹം അവന്റെ അടുത്ത് കാണിച്ചു. മോനെ, ഞാൻ എന്റെ സ്വന്തം അമ്മയെ പോലെയാണ് കാണുന്നത് മകനെ എന്നും അവരെ വിളിച്ച് അവന്റെ കൂട്ടത്തിൽ കൊച്ചു ചെറുക്കനല്ലേ, അപ്പൊ അവനെ കൂടെ നിർത്തി കല്യാണം കഴിഞ്ഞു. അതിനുശേഷം ഇവന്റെ അടുത്ത് ഇവന്റെ സ്വഭാവം മാറിയെന്ന് പറഞ്ഞു. അതിനുശേഷം അവിടെ പോയി ഈ പറയുന്ന കോട്ടയത്ത് പോയതിനു ശേഷം അവരുടെ സ്വഭാവം മാറി. എന്റെ അടുത്ത് മിണ്ടാതെയായി. ഞാൻ 3 കൊല്ലം റൂമിനകത്ത് ഒറ്റയ്ക്ക്
അടച്ചിരുന്നു. അവിടെ വെച്ച് ആരോടും എനിക്ക് സംസാരിക്കാനോ എടുക്കാനോ ആരുമില്ലാത്തൊരു സ്ഥിതിവിശേഷമായി. ആ സമയത്താണ് ഞാൻ ഡ്രഗ്സ് എന്ന് പറയുന്ന സ്ഥാനത്തിലേക്ക് പോയതെന്ന് ഈ പറയുന്ന കിച്ചു പറയുന്നുണ്ട്. മനസ്സിലായോ? അവിടെ വെച്ചാണ് അവന്റെ ഭാവി തുലക്കണയിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ചത് നിങ്ങളാണ്. എന്തുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരുന്നു? രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നതിന്റെ വേദന നിങ്ങൾ മനസ്സിലാക്കണം. ഇതുപോലെ ഡിപ്രഷനായിട്ട് എടുക്കുന്ന ഈ പയ്യൻ ആത്മഹത്യ ചെയ്താൽ ആര് ഉത്തരവാദിത്തം പറയും? ഞാൻ രേണുവിനോട് ചോദിക്കുകയാണ്, ഈ പറയുന്ന കിച്ചു പോയി ആത്മഹത്യ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? അവനുണ്ടാകുന്ന അവഗണന. അവന് പറഞ്ഞിട്ടുണ്ട്, അവന്റെ കൂട്ടുകാരന്റെ അമ്മയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നിങ്ങൾ അവരെ കൊണ്ടെത്തിച്ചു. ഇപ്പൊ മൂത്തവൻ എത്ര അറിവായി, ഇനി ഒരു ഇളയ കൊച്ചുണ്ട്, അവൻ വളർന്നു വരുന്നുണ്ട്. അവൻ നാളെ വന്ന് ചോദിക്കും, അമ്മ ഇങ്ങനെയാണോ പൈസ ഉണ്ടാക്കിയതെന്ന്. അതിനൊക്കെ ഉത്തരവുണ്ടോ? ഉണ്ടോ? അടുത്ത് അപ്പം ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കുണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു സ്വന്തം മകൻ പറയാണ്, സ്വന്തം അച്ഛന്റെ അടുത്ത് സംസാരിക്കുന്നത് പോലും എന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ഏതമ്മ? താങ്കളെ കുറിച്ചാ പറയുന്നത്, രണാസുനെ കുറിച്ചാണ് പറയുന്നത്. എന്റെ അച്ഛന്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്നത് പോലും അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ആദ്യം അത് തേനൊലിപ്പിച്ചുകൊണ്ട് വന്നു. മനസ്സിലായോ? എന്റെ അച്ഛനെ ഞാൻ കെട്ടാൻ പോകുന്നത് വീഡിയോ കോൾ വിളിച്ച് തേനൊലിപ്പിച്ചുകൊണ്ട് വരുന്നു, ഇവനെ പോയി കാണുന്നു, ഇവന്റെ അടുത്ത് സ്നേഹം കൊടുക്കുന്നു, കപട സ്നേഹം പ്രകടിപ്പിക്കുന്നു. ഇവൻ കൊച്ചു പയ്യനാണ്. അപ്പോൾ അതിൽ വീഴുന്നു. അതിനുശേഷം കെട്ടി കാര്യങ്ങളൊക്കെ സാധിച്ചതിന് ശേഷം അവനെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. അവന്റെ അടുത്ത് കമാന്നൊരു അക്ഷരം മിണ്ടാതെയായി. അതുമല്ല, സ്വന്തം അച്ഛന്റെ അടുത്ത് സംസാരിക്കാൻ അനുവദിക്കാതെയായി. മനസ്സിലായോ? ഷൂട്ടിങ്ങിന് പോകുമ്പോഴൊക്കെയാണ് ഇവൻ എന്ത് സംസാരിക്കുന്നത്. അതുപോലും ഇവനെ എന്താണ് ഈ പറയുന്ന ഈ തള്ള അനുവദിക്കാതെയായി. ആർക്കും എന്നെ അങ്ങനെ ഇഷ്ടമില്ലാതെയായി എന്ന് ഒരു മകൻ വന്നിരുന്ന് പറയുമ്പോ മനസ്സിലാക്കണം, താങ്കൾ ഇപ്പം കാണിക്കുന്ന മുതലക്കണ്ണീരൊന്നും അല്ല. അവന്റെ കണ്ണീര് തിരിച്ചറിയാം. നമുക്കിത് പറയുന്ന മുതലക്കണ്ണീരാണോ അല്ലയോ, പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ, ഹൃദയത്തിൽ നിന്നാണോ, ആത്മാർത്ഥമായിട്ടാണോ അവന്റെ വാക്കുകൾ, എന്തൊക്കെ തിരിച്ചറിയാനുള്ള ബോധവും വിവേകവും ബുദ്ധിയൊക്കെ ഇവിടെയുള്ള നാട്ടുകാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോ അവന്റെ ഈ ഒരു അവസ്ഥയിലേക്ക് കാരണത്തിന്റെ ഏറ്റവും വലിയൊരു ഒരു ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? 90% ഉത്തരവാദിത്വം നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരുമാണ്. ഒരാളെ കെട്ടി അവന്റെ മകൻ സ്വന്തം വീട്ടിൽ മുറിയടച്ച് 3 കൊല്ലം വരെ ഇരിക്കണമെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആരാണ്? ആ ഒരു മകൻ സ്വന്തം മകനാണെങ്കിലോ നിങ്ങൾ അങ്ങനെ ചെയ്യോ? അതായത് സ്വന്തം അച്ഛൻ വന്നാണ് അവിടെ ആഹാരം കൊടുക്കാൻ വേണ്ടി വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഹൃദപ്പം കയറി വരുമെന്നത് ഒരൊറ്റ മനുഷ്യൻ അവനെ എന്ത് ചെയ്യാൻ മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. മനസ്സിലായോ? എങ്ങനെയെങ്കിലും തുലഞ്ഞു പോയാൽ മതി എന്ന് വിചാരിച്ചു നിങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിലിരിക്കുന്ന ഒരു വ്യക്തി മയക്കുമരുന്നിൽ അടിമപ്പെട്ടു പോകുന്നു എന്നും അത് വലിയൊരു സംഭവമല്ല. അടുത്തല്ല, മയക്കുമരുന്നല്ല, ഇതിന് പലതിലും അവൻ അടിമപ്പെട്ടു പോകും, അകപ്പെട്ടു പോകും. അതാണ് പാരന്റിങ് എന്ന് പറയുന്നത്. ഒരു കൊച്ചിനെ ഈ പറയുന്ന കൊച്ചിലെയുള്ള ചൊട്ടയിലെ ശീലം ചുടല വരെയാണ്. ചൊട്ടയിൽ നമ്മൾ എന്ത് ശീലമാണ് പഠിപ്പിക്കുന്നത്? അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. ഏത് രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരണം എന്നുള്ളത്. ഇത് 3 കൊല്ലം ഒരു റൂമിനകത്ത് അടച്ചിരുന്നിട്ട് പോലും വീട്ടിനകത്തുള്ളവർ പോലും ആഹാരം കൊണ്ടു കൊടുക്കില്ല. അച്ഛൻ വരണം ആഹാരം കൊടുക്കണമെങ്കിൽ. ആ രീതിയിൽ നിങ്ങൾ അവരെ ഒറ്റപ്പെടുത്തി. മനസ്സിലായ? അവനൊരു വേസ്റ്റിനെ പോലെ നിങ്ങൾ അവരെ കണ്ടു. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ലെന്ന് രണാസുനിക്ക് പറയാൻ പറ്റുമോ? സ്വന്തം മകനാ വന്നിരുന്ന് പറഞ്ഞത്. എന്നിട്ട് ഗതികെട്ട് സ്വന്തം വീട്ടിൽ വിളിച്ചു ചോദിക്കുന്നു ഇവിടെ കൊല്ലത്ത്. അവരും പറഞ്ഞു വേണ്ട, നീ അവിടെ തന്നെ നിന്നോ എന്ന് പറഞ്ഞു. അപ്പോ ഒരിടത്തുമില്ല. അവനെന്തൊരു വരുമാനം ഉണ്ടോ? ഒന്നുമില്ല. ആ സമയത്തൊന്നുമില്ല. കൊച്ചു ചെറുക്കനാണ്. റൂമിനകത്ത് അടച്ചൊരു കമ്പ്യൂട്ടറും കൊടുത്തിരിക്കുന്നു. അവനകത്ത് ഈ പറയുന്ന ഏതൊരു കുട്ടിയായാലും വഴിതെറ്റി പോകുന്നത്. ഇപ്പം സ്വന്തം മകൻ ഇരുന്ന് മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മൊബൈൽ അഡിക്റ്റ് ആയില്ലേ? താങ്കൾക്ക് താങ്കളുടെ കാര്യം ക്യാഷ് ഉണ്ടാക്കുക. അത് ഏത് രീതിയിലാണെന്നല്ല, എങ്ങനെയെങ്കിലും ക്യാഷ് ഉണ്ടാക്കിയിട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതുപോലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ വിളിച്ചു പറയുക, അതിന്റെ ക്രെഡിറ്റ് എടുക്കുക, കിണിക്കുക. എന്നിട്ട് വേണം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്. തേങ്ങ ലവൻ ചെയ്യും നോക്ക്. ഈ ചെറുക്കൻ അത്രയ്ക്ക് ഡിപ്രഷൻ അടിച്ചാണ് അവൻ വന്നിരുന്ന് പറയുന്നത് ഓരോ കാര്യങ്ങൾ. മനസ്സിലായോ? അവന്റെ മനസ്സിൽ നിന്ന് വരുന്ന സങ്കടം അതിനെക്കുറിച്ച് ഒരു കമാന്നൊരു അക്ഷരം വേണ്ടിയില്ലല്ലോ. എന്തുകൊണ്ട്? നമുക്ക് കരഞ്ഞു കൊണ്ടൊരു റീലിട്ടോ അതിനകത്ത് സ്വന്തം മകൻ ഇത്ര വിഷമത്തോടു കൂടി വന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഒരു കമാന്നൊരു അക്ഷരം വേണ്ടിയോ? ഇല്ല. തനിക്ക് നേരെ വരുന്ന സൈബർ ആക്രമണങ്ങൾ, എനിക്ക് ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല, ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റുന്നില്ല. മറ്റുള്ളവർ ഇതൊക്കെ പറഞ്ഞു പോയാൽ എനിക്ക് ഈ പറയുന്ന കമന്റുകളൊക്കെ എനിക്ക് പൂച്ചണ്ടുകളാണ്. ഈ കാര്യം ഇതൊക്കെ എനിക്കിത് റീച്ച് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് വീണ്ടും അവരെ ആക്ഷേപിച്ച്
അതായിരുന്നല്ലോ പണി. നിങ്ങളുടെയൊക്കെ കമന്റ് ആര് നോക്കുന്നു? നിന്റെയൊക്കെ കമന്റുകൾ എനിക്ക് പൂച്ചിട്ട് നെഗറ്റീവ് കമന്റ് വന്നില്ലേ, എനിക്കൊരു ഇതാണ് എന്നൊക്കെ പറഞ്ഞ് തൊഴിലടിപ്പിച്ച നിങ്ങളല്ലേ? ആണോ? നിങ്ങൾ തന്നെയാണോ? ഇപ്പൊ എന്താ, ഇപ്പൊ കമന്റ് അല്ല വിഷയം. ഇപ്പൊ തന്നെ എന്താണ്, തന്നെ പെട്ടിരുന്നവർ കുറെ മന്ദബുദ്ധിയിലുണ്ടല്ലോ. റണാസുന എന്ന് പറയുന്ന എന്തോ ദേവത എന്ന് കരുതിയിരിക്കുന്ന കുറെ അവർക്ക് പോലും ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം, അവരെ തിരിച്ചു പിടിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കരച്ചിൽ, കള്ളക്കരച്ചിൽ, ഈ പറയുന്ന മുതലക്കണ്ണീര് മാത്രമാണ് ഇതൊന്ന് തിരിച്ചറിയാനുള്ള വിവേകവും ബുദ്ധിയും ഒക്കെ ഈ പറയുന്ന കേരളീയർക്ക് ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും, എന്തൊക്കെ ഈ പറഞ്ഞവന് കരഞ്ഞ് മോങ്ങി പറഞ്ഞാലും, ഈ പയ്യനെ, ഈ കിച്ചു എന്ന് പറയുന്ന പയ്യന്റെ ഭാവി തുലച്ചയിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ചത് നീ. പിന്നെ ഈ പറയുന്ന സുധി നമുക്ക് മാറ്റിയിരുത്താൻ പറ്റില്ല. വെള്ളം ഓടിച്ച് കണ്ട പെണ്ണുങ്ങളെ പിടിച്ച്, ഓടിയെടുത്ത പെണ്ണുങ്ങളെ പിടിച്ച് സ്വന്തം മകനെ പോലും നോക്കാതെ അങ്ങ് കിടക്കും. അതൊരു കാരണം. മനസ്സിലായോ? ആ കെട്ടിക്കൊണ്ടുവന്ന വീട്ടിലാണെങ്കിൽ മൈൻഡും ചെയ്യത്തില്ല. അവർക്ക് പണം മാത്രം മതി. സ്വന്തം അച്ഛന്റെ മരണം വരെ വിറ്റ് ക്യാഷ് ആക്കാൻ നോക്കിയത്. ഇനി എവനെങ്കിലും ഒഴിഞ്ഞു പോയാൽ മതി എന്നുള്ളതാണ്. 10ഉം 12ഉം അംഗമുള്ള വീട്ടിൽ ആ പറയുന്ന സുധി മാത്രം ചെലവ് കൊണ്ടുവരും. ബാക്കിയെല്ലാം ദൈവം കൊണ്ടുവന്ന് തിന്നും കുടിച്ച് അവിടെ അങ്ങ് ഇരിക്കുകയായിരുന്നു. അവരെ അങ്ങ് വിലസുകയായിരുന്നു. ബെസ്റ്റ്. അപ്പൊ ആദ്യം എനിക്ക് പറയാനുള്ള ഇത്രയുള്ള റണാസുനയുടെ അടുത്ത്, സ്വന്തം മകനല്ലേ, അവനൊന്ന് വിളിച്ച് ആശ്വസിപ്പിക്കീര്. എന്തിനാ റെക്കോർഡ് ചെയ്ത് കാണീര്. അങ്ങനെയും കുറെ എണ്ണം വിശ്വസിക്കട്ടെ നീ നല്ലൊരു അമ്മയാണെന്ന്. നമുക്ക് വീണ്ടും കാണാം. ജയിക്കും.